നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്ന് ഞാൻ വന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വേറൊരു ഡിഷുമായിട്ടാണ് കേട്ടോ. ഒരു ബ്രെഡ് കൊണ്ടുള്ള ഒരു വിഭവം, ബ്രെഡ് മഞ്ചൂരിയൻ. വിത്തൗട്ട് ഫ്രൈയിങ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ചെയ്യുന്ന ബ്രെഡിനെ ടോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഫ്രൈ ചെയ്യാതെ ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ബട്ടർ ഉപയോഗിക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു ബ്രൗണിഷ് ആവുന്ന വരെ വേണ്ടു. അതൊരു ക്രിസ്പിനെസ് ചെറുതായിട്ടൊന്ന് കിട്ടുന്ന പോലെ മാത്രം വറുത്തെടുത്താൽ മതി. അപ്പോൾ ആ ചെറിയ ക്രിസ്പിനെസ് ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഒരുപാട് ഓയിലൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടും വരില്ല. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റുള്ള ബ്രെഡും നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ആദ്യം തന്നെ ബ്രെഡ് ചെറുതായി കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കുകയും ചെയ്യാം. ചെറിയ ചെറിയ പീസുകളായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കണ്ടോ, ഇതുപോലെ. എന്നാൽ നമുക്ക് ഈ സോസുകൾ നമ്മൾ മിക്സ് ചെയ്യുന്നത് അതിലേക്ക് പെർഫെക്റ്റ് ആയിട്ട് കോട്ട് ചെയ്യും. ഒരു 10 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്ന ബ്രെഡ്. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം. അതിലേക്കുള്ള മിക്സ്, അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഓയിൽ കുറച്ച് വേണം ഇതിന്. വേറെ ഓയിലൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. 2 ടീസ്പൂൺ ഗാർലിക്കും 2 ടീസ്പൂൺ ജിഞ്ചർ ഇടുന്നുണ്ട്. ജിഞ്ചറും ഗാർലിക്കും നല്ലവണ്ണം ഫ്ലേവർ കിട്ടണം ഇതില്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇടണം. നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്യാം. ഗോൾഡൻ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 കപ്പ് ഒനിയൻ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതിനെ നന്നായി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ സോട്ട് ചെയ്യണം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. സോസുകളിലൊക്കെ ഉപ്പുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ ഒനിയൻ സോട്ടായി കിട്ടും. അപ്പം ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കവും ഒരു 3 ടേബിൾ സ്പൂണോളം സ്പ്രിംഗ് ഒനിയനുമാണ് ഇടുന്നത്. ഇതിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഒരുപാട് നേരം സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ്. കെച്ചപ്പിന്റെ അളവ് കൂടാതെ നോക്കണം. ടൊമാറ്റോ കെച്ചപ്പാണ്. ഒരുപാട് ടൊമാറ്റോ കെച്ചപ്പായ ടാങ്കിനെസ് ആവും. 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറാണ്. ചില്ലി പേസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ചില്ലി പൗഡർ ഉപയോഗിക്കാം. ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്യണം. ഈ സമയത്ത് എണ്ണ കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ഇല്ല എങ്കിൽ ഈ സോസുകൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എണ്ണ വേണം. ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് വളരെ കുറച്ച് വെള്ളത്തിൽ കേട്ടോ, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളമേ ഉണ്ടാവുള്ളൂ. ലേശം വെള്ളത്തിന് ഈ സോസ് ഒന്ന് മിക്സ് ആയിട്ട് നമുക്കൊരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വളരെ ഇതായിട്ട്. അപ്പം നമുക്ക് ഈ പേസ്റ്റ് എളുപ്പത്തിൽ തന്നെ ബ്രെഡിലേക്ക് കോട്ട് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അതിനാണ്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. കോൺഫ്ലോർ ഒക്കെ മിക്സ് ആയത് കട്ടി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടോസ്റ്റ് ചെയ്ത ബ്രെഡുകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ആവാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. ആ മിക്സിലെ പേസ്റ്റില് ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രെഡ് ഒരുപാട് സോഫ്റ്റ് ആയി പോകും. ആ ക്രഞ്ചിനെസ് കിട്ടില്ല. നന്നായി ഒന്നും കൂടി നമുക്കതിനെ എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ, ആ സോസുകൾ എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. ഇപ്പൊ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റോളം ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഇപ്പൊ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഓഫ് ചെയ്യാറാവാണ്. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ബ്രെഡ് മഞ്ചൂരിയൻ വിത്തൗട്ട് ഫ്രൈയിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു ക്രഞ്ചിനെസ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.